ഓക്കെ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ ആസ്ഫോൾട്ടിൻ്റെ പുതിയൊരു കിടിലം വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ആസ്ഫോൾട്ട് 8 ആണ്. ഓക്കെ ഗൈസ്, മിക്കവാറും ഈ ഒരു എപ്പിസോഡോടെ നമ്മുടെ ഈ ഒരു ഗെയിമുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്തായാലും തീർക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മളിതിലിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറേ കാറുകൾ കണക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, മിക്കവാറും നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോടെ നമ്മുടെ ഈ ഒരു ഗെയിം മിക്കവാറും ഇവിടെ വെച്ച് നമ്മളെന്തായാലും എൻഡ് ആക്കുന്നതാണ്. എന്നിട്ട് നമ്മളെന്തായാലും നയനുകളൊക്കെ നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ കളിക്കുന്നതാണ്. ഇതിൻ്റെ അടുത്ത വെർഷനായിട്ടുള്ളതാണ് ആസ്ഫോൾട്ടിൻ്റെ 9 എന്ന് വെച്ചാൽ കേട്ടോ. ഒരു രക്ഷയില്ലാതെ കിഡില് ഗെയിമാണ് ആസ്ഫോൾട്ട് 9 എന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ കാറുകളുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഡോഡ്ജിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു വണ്ടികളൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഏത് മോഡലാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നമ്മുടെ ഓഡിയുടെ RI T-Tron ആണ്, ഇതറിയാം. പിന്നെ നമ്മുടെ കാഡിലാക്ക് ATS ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ റെനോൾട്ടിൻ്റെ വണ്ടി, അതേപോലെ നമ്മുടെ മിനി കൂപ്പർ റോഡ്സ്റ്റർ ആണ് ഇതെന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ കാഡിലാക്ക് XTS. ഒക്കെ, XTS ആണ്. ഓക്കെ, കിടിലം വണ്ടിയാണ്. പിന്നെ നമ്മുടെ മസ്ത RX-8. ഒക്കെ, ഒരു രക്ഷയില്ല ഒടുക്കത്തെ സ്പീഡാണ് ഈ വണ്ടിക്ക്. ഓക്കെ, കിടിലം വണ്ടിയാണ്. പിന്നെ നമ്മുടെ ആൽഫ റോമിയോ ആണ്. ഓക്കെ, ഇതൊന്നും നമ്മളിപ്പോൾ എടുക്കാറില്ല. സുബാറു ആണ്, കിടിലം വണ്ടിയാണ്. പക്ഷെ സ്പീഡ് അല്പം കുറവാണ്. ഓക്കെ, എന്തായാലും വേറെ ലെവലായിട്ടുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, പക്ഷേ സ്പീഡ് കുറവാണ്. ഓക്കെ, എൻ്റെ മോനെ ഈ ഒരു വണ്ടിയാണ് ഏറ്റവും നമ്മുടെ കയ്യിലുള്ള സ്പീഡ് കൂടുതലുള്ള വണ്ടി എന്ന് വെച്ചാൽ കേട്ടോ. നമ്മുടെ മിസ്റ്റുബിഷി ലാൻസർ എവല്യൂഷൻ X ആണ്. കിടിലം കാറെന്ന് വെച്ചാൽ കിടിലം കാർ. കുറേ ദിവസമായിട്ട് ഈ പച്ച കളർ വെച്ച് നമ്മൾ നടക്കുകയാണ്. നമുക്കൊന്ന് കളർന്ന് മാറ്റിയാലോ ഗൈസ്. ഓക്കെ, കളർ വേണമെങ്കിൽ മാറ്റാം ഗൈസ് അവസാനത്തെ വീഡിയോയിൽ. ഓക്കെ, ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കാറൊക്കെ പോവില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും റേസിന് കളൊക്കെ നൈസായിട്ട് അങ്ങ് പോവാം ഗൈസ്. ഓക്കെ, നമ്മൾ ഓക്കെ ഗൈസ്, എന്തായാലും ഫോർഡിൻ്റെ എന്തോ റേസ് കളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇതെന്തായാലും കളിക്കാം ഗൈസ്. ഓക്കെ, കുറച്ച് റേസ് കൂടെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് ഇനിയും കൂടെ അൺലോക്ക് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഗെയിം ഗൈസ് നമുക്ക് എന്തായാലും ഈ ഗെയിം കളിക്കാൻ പറ്റൂല ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് ഇതിന് നമുക്ക് ഫോർഡിൻ്റെ വണ്ടി വേണം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് അത് പറ്റില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേറെ റേസ് നമുക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കളിക്കാം ഗൈസ്. ഓക്കെ, ഗേറ്റ് ഡ്രിഫ്റ്റ് എന്നൊരു റേസാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് കളിക്കാം. ഓക്കെ ഗൈസ്, നമുക്കിത് ഏത് കാർ വെച്ച് കളിക്കാം. നമുക്ക് ഏത് കാറാണെങ്കിലും എടുക്കാൻ തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ മറ്റേ ലാൻസർ എടുക്കാം കേട്ടോ. അതാണ് നല്ല സ്പീഡുള്ള കാറെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ ലാൻസർ എടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. സെറ്റാണ് ഇതൊക്കെ. ഓക്കെ, നമ്മളോട് കളിക്കാൻ വേറെ ആരും അങ്ങനെ നമ്മളോട് കളിക്കാൻ വേറെ പ്ലെയേഴ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, എൻ്റെ മോന് നമ്മളെല്ലാം ഇടിച്ച് പൊളിച്ച് നമ്മളെന്തായാലും പോവാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള 9 അതൊരു രക്ഷയില്ല. കിടിലെന്ന് വെച്ചാൽ വമ്പൻ ഗെയിമാണ് ഇതൊക്കെ. അത് നമ്മൾ കളിക്കുന്നതാണ്. ഇത് നമ്മുടെ ഫോണിൽ കുറേ ദിവസമായിട്ട് ഈ സാധനം കളിക്കണം. നമ്മൾ കളിച്ചിട്ട് തന്നെ ഏകദേശം 6 മാസത്തോളം ആയിട്ടെന്തായാലും ഉണ്ട് കേട്ടോ ഈ ഒരു ഗെയിം നമ്മൾ പിന്നെ കളിച്ചിട്ട്. ഓക്കെ, നമ്മളിതിൻ്റെ 3-4 വീഡിയോ ഒന്നും ഇട്ടിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ മുമ്പ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും പോവാം ഗൈസ്. എൻ്റെ മോനെ. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോയോടൊപ്പം നമ്മൾ ഈ ഗെയിം നിർത്തുന്നതാണ് ഗൈസ്. ഓക്കെ, ഈ ഗെയിം നല്ലൊരു ഗെയിമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അടുത്ത വെർഷനായിട്ടുള്ള ആസ്ഫോൾട്ട് 9 കളിച്ചോ ഗൈസ്. ഓക്കെ, ആസ്ഫോൾട്ട് 9 സൂപ്പറാണെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ മുമ്പ് ഒരിക്കൽ കളിച്ച് നോക്കിയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നല്ലൊരു ഗെയിമാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കിഡിലും ഗെയിമാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും അത് കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോടൊപ്പം നമ്മുടെ ഈ ഒരു ആസ്ഫോൾട്ട് 8 നമ്മളെന്തായാലും നിർത്തുന്നതാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് പെട്ടെന്ന് റേസ് ജയിക്കാനായിട്ട് നോക്കാം ഗൈസ്. എൻ്റെ മോനെ. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണ് ഗൈസ്, നമ്മുടെ ലാൻസറാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ലാൻസർ വെച്ച് എന്തായാലും കത്തിച്ചെന്നാലും വിടാം ഗൈസ്. ഓക്കെ, എൻ്റെ മോൻ ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വമ്പ വണ്ടി വെച്ചാൽ കിടിലം കാറാണ് കേട്ടോ. ഏകദേശം നമ്മളെന്തായാലും റേസ് തീരാറായിട്ടുണ്ടെന്ന് തോന്നണം ഗൈസ്. ഓക്കെ, ഫോർത്താ? നമ്മളോട് ആരും ഇല്ലായിരുന്നല്ലോ. നമ്മളങ്ങനെ പിന്നെ ഫോർത്ത് എടാ, അതെന്ത് പരിപാടിയാടാ. ഇപ്രാവശ്യം നമുക്കില്ല വേറൊരു ഗെയിം നല്ല കളിക്കാം കേട്ടോ. ടോക്കിയോയിൽ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഫെറാറിയുടെ ഏതോ റേസാണ് കേട്ടോ. ഓക്കെ, ന്യൂ റേസ്. അതിന് ആ വണ്ടി അൺലോക്ക് ചെയ്യണം. എന്ത് തേങ്ങയുടെ. ഒക്കെ, വണ്ടികൾ മാത്രം അൺലോക്ക് ചെയ്ത് കേട്ടോ. ഹ്യുണ്ടായിയുടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു കാറാണ് കേട്ടോ. അതിൻ്റെ പേരെന്തായിരുന്നു എന്താ മറന്നു ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേറെയും കുറേ റേസ് എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു റേസാണ് കളിക്കാൻ ഗൈസ്. ഓക്കെ, നല്ലൊരു റേസാണെന്ന് തോന്നണം കേട്ടോ. ഓക്കെ, അറിയാൻ പാടില്ല. ഒക്കെ, വണ്ടി മാറ്റിക്കളയാം ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി മാറ്റാം ഗൈസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ തീരെ പൈസ ഇല്ല കേട്ടോ. നമ്മുടെ ഈ ഓടിച്ച് കളി ഇത് കിടിലം വണ്ടിയാണ് ഗൈസ്. ഓക്കെ, നല്ല സ്പീഡുണ്ട്. ഓക്കെ, ഏകദേശം നമ്മുടെ ഏതാണ് ലാൻസറിൻ്റെ അത്രയും ടോപ്പ് സ്പീഡ് കയറുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഔഡി എന്ന് വെച്ചാൽ. ഇത് നല്ലൊരു ഔഡിയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഔഡി വെച്ച് എന്തായാലും കളിക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, എന്തായാലും ഗെയിം ലോഡിങ് ആണ് കേട്ടോ. ഓക്കെ, വരട്ടെ. ഒരു റേസ് കൂടെ കളിച്ചിട്ട് നമുക്ക് ഗെയിം അവസാനിപ്പിക്കാം ഗൈസ്. ഓക്കെ,
എന്തായാലും കുറേ ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു ഗെയിമാണ് ഓക്കെ, അതെനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ് ഓക്കെ. പക്ഷെ എൻ്റെ മോൻ അവന്മാരൊക്കെ കത്തിച്ചു വിട്ടാ പോവണ്ടി. ഇതെന്താ എനിക്ക് തോന്നില്ല കേട്ടോ നമ്മൾ ജയിക്കുമെന്നൊക്കെ. നമുക്ക് മാക്സിമം ജയിക്കാൻ നോക്കട്ടെ. നമ്മുടെ വണ്ടിക്ക് തീരെ സ്പീഡില്ല ഗൈസ് ഓക്കെ. അയ്യോടെ നൈട്രോ മിസ്സാക്കി കോപ്പ്. ഓ എല്ലാ എണ്ണം കയറിപ്പോയി ഗൈസ് ഓക്കെ. നോക്കിക്കോ ഗൈസ്, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കും ഗൈസ് ഓക്കെ. നമുക്ക് നോക്കാം ഗൈസ് ഓക്കെ. പ്രോ പ്ലെയറാണ് നമ്മളൊക്കെ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണല്ലോ ഓക്കെ. ഒരുത്തൻ ഔട്ടായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ. ഔട്ടായില്ല ഓക്കെ. എൻ്റെ അപ്പോൾ നമ്മൾ ഒരുത്തനെ ഇടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ. നമുക്ക് എന്തായാലും നൈട്രോ കിട്ടി. ഇനി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരുവിധം എത്താൻ പറ്റും കേട്ടോ. നമുക്ക് ഇവൻ അങ്ങ് നൈസായിട്ട് അങ്ങ് തട്ടാം ഇതൊക്കെ. ദൈവമേ, അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ വണ്ടികളും ഉണ്ട് ഇതൊക്കെ. ഈ BMW കാരന്മാർ കുറച്ച് സീനാണ് ഇതൊക്കെ. നമുക്കെന്തായാലും കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. നമ്മളിപ്പോൾ 7ാം പൊസിഷനിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ കേട്ടോ ഓക്കെ. ഓക്കെ, കുറേമാരെന്നെ മേളിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഓക്കെ. ഇതെന്ത് തേങ്ങയാണ്, വണ്ടി കയറണമില്ല, നൈട്രോ ഇല്ല കേസ് ഓക്കെ. അതാണ് സീനെന്ന് വെച്ചാൽ കേട്ടോ. നമ്മൾ 6 എത്തിയിടുന്നതിലും ഉണ്ട് കേട്ടോ ഓക്കെ. ഓ നമ്മൾ 5 എത്തിയിട്ടുണ്ട് ഓക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും മാക്സിമം വണ്ടി ഇടിക്കാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ പോകാം. എൻ്റെ മെയിൻ പ്രശ്നം ഞാൻ കറക്റ്റായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഓടിച്ചിരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് കയറ്റി കൊടുക്കുക കേട്ടോ. അതാണ് മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഓക്കെ. ഓക്കെ, നമുക്കെന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ബൂസ്റ്ററുകളൊക്കെ നല്ല ഫില്ലായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ ഓക്കെ. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം ഗൈസ് ഓക്കെ. ആ ഫ്രണ്ടിൽ പോണ BMW കാർ എൻ്റെ ദൈവം എന്താവസ്ഥയാണ്, ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ് ഓക്കെ. എടാ പണിപ്പാളിയുടെ ഞാൻ പിന്നെ 8ാമത്തെ പൊസിഷനിലായി ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ഇത് ജയിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ എൻ്റെ മോനെ ഗൈസ് ഓക്കെ. നമുക്ക് എന്തായാലും മാക്സിമം കത്തിച്ചുവിടാം. എൻ്റെ ഇടയിൽ കൂടെ ലാഗും അടിക്കുന്നുണ്ട് പണ്ടാറണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. മാറിങ്ങോട്ട് വണ്ടികളെ ഓക്കെ. അവന്മാരൊക്കെ കത്തിച്ചു വിട്ടു കേട്ടോ. എൻ്റെ മണി ഓടിക്കപ്പോൾ സ്പീഡ് ഇല്ലേ, സ്പീഡുള്ള കിഡിലും വണ്ടിയാണ് ഗൈസ് ഓക്കെ. 1 ലാപ്പുള്ള റേസാണ് ഓക്കെ. കുഴപ്പമില്ല ഓക്കെ. അവന്മാരൊക്കെ റോക്കറ്റ് പോലെ കത്തിച്ച് കയറിപ്പോൾ കാണാം, പൊടി പോലും ഇല്ല അവന്മാരൊക്കെ. എന്തായാലും നമ്മൾ എന്ത് വില കൊടുത്തെങ്കിലും ജയിക്കും ഗൈസ് ഓക്കെ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും അവന്മാരൊന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ ഏകദേശം ഫിനിഷറായി. ഓടാ നമ്മൾ തോറ്റടാ. നമ്മൾ 8ാം പൊസിഷനാണ് ഗൈസ് ഓക്കെ. നമ്മൾ തോറ്റ് ഗൈസ്. ആകെ സീനാണല്ലോ, എന്താണല്ലേ ഗൈസ് ഓക്കെ. കുഴപ്പമില്ല ഓക്കെ. നമുക്ക് അടുത്ത റേസിലെങ്കിലും ജയിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് ഓക്കെ. കഴിഞ്ഞ റേസിൽ നമ്മൾ 4th, ഇപ്പോഴും മോസ്താങ്ങൊക്കെയാണ് നമ്മുടെ കാറിന്. ഇതിൻ്റെ അടുത്തൊരു സത്യം പറയാൻ വരില്ല കേട്ടോ. കാര്യം കയ്യിൽ പൈസ ഇല്ല ഓക്കെ. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് ചിലക്ക്. നമ്മുടെ വണ്ടി അടുത്തൂരെത്തൂലേ ഓക്കെ. ഞാൻ മര്യാദയ്ക്ക് തന്നെയാണ് കളിച്ചത്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കൊണ്ട് ഇടിക്കും ഓക്കെ. എഗെയിൻ ഫൈനലി നമ്മളങ്ങനെ വീണ്ടും കേസ് നമ്മളെന്തായാലും ആ റേസിന് നമ്മളെന്തായാലും ഒന്നുകൂടെ കളിക്കാൻ വേണം കേട്ടോ. ബാക്കി റേസ് കളിക്കണമെങ്കിൽ പൈസ വേണം കേസ് ഓക്കെ. പൈസ അല്ല, കാറ് വേണം കേസ് ഓക്കെ. ആ കാറില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കളിച്ച ആ സെയിം റേസിന് നമ്മൾ ഒന്നുകൂടെ കളിക്കണം. നമ്മൾ ഇപ്രാവശ്യം വണ്ടി മാറ്റി. നമ്മുടെ സ്വന്തം നമ്മളുടെ ഇവനാണ് നമ്മൾ എടുത്തേക്കണം ചിലട്ടോ. നമ്മുടെ ലാൻസറിനെയാണ് നമ്മൾ എടുത്തേക്കണം ചില. എന്താവുമെന്നൊരു ഐഡിയ ഇല്ല. മാറാൻ അങ്ങോട്ട് പോർഷക്കാരനെ ഓക്കെ. കുറേമാർ കയറി വന്നോളൂ കേസ് ഓക്കെ. അവൻ നമ്മളെ ബാക്കിൽ തടി എൻ്റെ മോൻ അവൻ ഓവർടേക്ക് ചെയ്തൊക്കെ. എൻ്റെ മോൻ ഈ വണ്ടിക്ക് നല്ല സ്പീഡുള്ളതാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഈ വണ്ടിക്ക് സ്പീഡില്ലെന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണോ കയറിപ്പോണു. എൻ്റെ മോൻ ഇവന്ത് ജെറ്റ് വിട്ട പോലെയാണല്ലോ കയറിപ്പോണു ഓക്കെ. ഈ BM-നെ തട്ടാൻ പറ്റും ഓക്കെ. അവൻ്റെ ബാക്കിൽ ചെന്ന് നീ ഇടിച്ചായിരിക്കും എൻ്റെ മോനൊക്കെ. വണ്ടി ഇടിച്ച് ഓടാ. പിന്നെ 8ാം പൊസിഷനിൽ തന്നെ ആയി കേസ് ഓക്കെ. ഓ നൈട്രോ എടുക്ക്. ഓക്കെ ഓക്കെ. നൈട്രോ ഇടിക്കല്ലടാ, ഇടിക്കല്ലേ. നോ. പോട്ട്. ഈ ട്രാഫിക് ഇച്ചിരി സീനാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ അവന്മാർ ട്രാഫിക്കും കൂടെ എടുത്ത് വെച്ചേക്കണം ഓക്കെ. നൈട്രോ ഇടറാ ഓക്കെ. ഇവിടെയാണ് എനിക്ക് നേരത്തെ പണി എപ്പോഴോ കിട്ടിയത് ഓക്കെ. ഈ വളവിൽ എന്താണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നേരത്തെ 8ൻ്റെ പണി കിട്ടിയത് ഓക്കെ. ഒരു സെക്കൻഡ് പ്ലേസ് എങ്കിലും എനിക്ക് എടുത്തേ പറ്റുമോ കേസ് ഓക്കെ. അല്ലാതെ ശരിയാവത്തില്ല കേട്ടോ ഓക്കെ. നമുക്ക് നല്ല നൈട്രോ ഇട്ട് നമുക്ക് നല്ല കത്തിച്ചൊന്ന് വിടാം കേസ് ഓക്കെ. നമുക്ക് പിടച്ചെന്നാലും വിടാം കേസ് ഓക്കെ. ഒന്നും നോക്കണ്ട, എല്ലാണത്തിനെ വെട്ടിച്ച് നമുക്ക് പോയേ പറ്റുമോ കേസ് ഓക്കെ. ഈ വണ്ടിയുടെ കുഴപ്പമാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസയല്ല കേസ് ഈ ഗെയിമിൽ ഓക്കെ. അതാണ് സീനെന്ന് വെച്ചാൽ. അപ്പോൾ വണ്ടി മാറ്റാതെ നമുക്ക് ഒരു കളിയും നടക്കൂല കേസ് ഓക്കെ. നമ്മൾ പിന്നെയും തോറ്റ് കേസ് ഓക്കെ. ഏകദേശം റേസ് അവസാനിക്കാറായി കേട്ടോ ഓക്കെ. അടുത്ത നമ്മൾ 9ആണ് കളിക്കുന്നത് ഓക്കെ. അതിന് മുമ്പേ തന്നെ നമ്മൾ അവസാനത്തെ ഗെയിമിൽ ഔട്ടായിടെ. പിന്നെ നമ്മൾ ഔട്ടായിട. ഇതെന്ത് തേങ്ങയാണ് കേസ് ഓക്കെ. വണ്ടിക്ക് സ്പീഡ് തീരെ ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഓക്കെ. വണ്ടിക്ക് തീരെ ഇല്ല സ്പീഡ് ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ അവസാനത്തെ റേസും കൂടെ അങ്ങനെ കഴിഞ്ഞേക്കാണ് ഓക്കെ. അങ്ങനെ ഫൈനലി നമ്മുടെ ആസ്വാൾട്ട് 8ലുള്ള അവസാനത്തെ റേസ് നമ്മളങ്ങനെ കളിച്ചേക്കാണ് ഓക്കെ.
അപ്പം ഇനിയിപ്പോൾ ഉള്ള റേസ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ റേസ് നമ്മൾ കളിക്കണില്ല ഗൈസ്. ഓക്കെ, ഉള്ള എല്ലാ റേസും കളിച്ച് തീർത്ത് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ ആസ്വാൾട്ട് 8 കംപ്ലീറ്റഡ് നമ്മളെന്തായാലും ഫിനിഷ് ചെയ്തേക്കാണ്. ഓക്കെ, ആസ്വാൾട്ട് 8 നമ്മളെന്തായാലും കംപ്ലീറ്റഡ് നമ്മളെന്തായാലും ഫിനിഷ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ഒരു ഗെയിമിൽ ഒന്നും തന്നെ ഇല്ല. നമ്മളങ്ങനെ അവസാനത്തെ റേസ് നമ്മളങ്ങനെ കളിച്ച് അങ്ങനെ എല്ലാം ഫിനിഷ് ആയിട്ട് എന്തായാലും ഉണ്ടായിട്ട്. ഓക്കെ, അങ്ങനെ ആസ്വാൾട്ട് 8 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആസ്വാൾട്ട് 9 ആണ് ഗൈസ്. ഓക്കെ, നല്ലൊരു ഗെയിമാണ്. ഓക്കെ, കുറേ വണ്ടികളൊക്കെ നമ്മൾ എടുത്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ ഒന്നുകൂടെ കാണിച്ചിട്ട്. ഓക്കെ, ഡോഡ്ജ്, പിന്നെ ഔഡി, കാഡിലാക്ക്, റെനാൾട്ട്, മിനി കൂപ്പർ, ഇത് നല്ല കാറാണ് കേട്ടോ. ഓക്കെ, അടുത്ത കാഡിലാക്കൊക്കെ സീന് വണ്ടിയാണ് കേട്ടോ. നല്ല കിടിലം ഗോൾഡൻ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഓക്കെ, മസ്ത ഇവിടെ മസ്തയ്ക്ക് എല്ലാത്തിനും ഏകദേശം ഒരേ സ്പീഡ് തന്നെ. ഓക്കെ, ആൽഫ റോമിയോ. ഓക്കെ, എൻ്റെ ഇതിനൊട്ട് സ്പീഡില്ല. ഇതൊക്കെ സൂപ്പറും. ഓക്കെ, സ്പീഡ് അത്യാവശ്യം ഉണ്ട്, പക്ഷെ എന്നാലും ഇങ്ങനത്തെ റേസിനൊന്നും ഈ വണ്ടി എടുക്കാനേ പറ്റില്ല ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പം റേസിന് ഉപയോഗിച്ച നമ്മുടെ ലാൻസർ എന്ന് വെച്ചാൽ. ഓക്കെ, ലാൻസർ എവല്യൂഷൻ. ഓക്കെ, സത്യം പറഞ്ഞാൽ സ്പീഡ് കുറവാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഈ വണ്ടികളൊന്നും പിടിച്ചാൽ പറ്റില്ല ഗൈസ്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഓടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഭയങ്കര കുറവാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് ചേട്ടാ 204 വരെ കയറുമോ ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഭയങ്കര കുറവാണ്. ഓക്കെ, മറ്റതൊക്കെയാണ് പിന്നെയും കയറും കേട്ടോ. ഓക്കെ, ഏറ്റവും സ്പീഡ് കൂടുതലെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റോഡ്സ്റ്റർ 227 കയറും ഗൈസ്. ഓക്കെ, എന്നാലും പറ്റില്ല ഗൈസ്. ഓക്കെ, റോഡ്സ്റ്ററിനെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ലാൻസറിനാണ് നല്ല സ്പീഡുള്ളത്. ഓക്കെ, 250.1. ഒക്കെ അത്രയും സ്പീഡുണ്ട് കേട്ടോ. നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ആസ്വാൾട്ട് 8 കംപ്ലീറ്റ് ആയിട്ട് നമ്മളെന്തായാലും ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്തേക്കാണ്. ഓക്കെ, ഇത് നമ്മുടെ ആസ്വാൾട്ട് 8ൻ്റെ അവസാനത്തെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഗൈസ്. ഓക്കെ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വീഡിയോസ് എനിക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ വീണ്ടും വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.